നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അതിപ്രധാനപ്പെട്ട ഒരു അറിവ് പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് സൂര്യനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ചന്ദ്രനും. ചന്ദ്രൻ നമ്മുടെ മനസ്സിന്റെ കരഗ്രഹമാണ്. നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഈ ഭൂമിയെയും ഒക്കെ ഒരുപാട് നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ്. ഒരുപാട് സ്വാധീനങ്ങൾ നമ്മളിൽ ചെലുത്തുന്നത് ചന്ദ്രനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട്. ചന്ദ്രൻ എന്നത് നമുക്ക് ഇതുവരെ ഒരു ചന്ദ്രനായിരുന്നു എങ്കിൽ ഇനി 2 ചന്ദ്രന്മാർ ഏകദേശം 2 മാസക്കാലത്തോളം നമ്മുടെ ഭൂമിയെ വലം വയ്ക്കാൻ പോവുകയാണ്. ഈ ഒരു അറിവാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ചന്ദ്രന് ഒരു കൂട്ടുവരുന്നു, ഒരു ഇരട്ട ജോഡി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു കുഞ്ഞൻ ചന്ദ്രൻ കൂടി നമ്മുടെ ചന്ദ്രനോടൊപ്പം 2 മാസത്തേക്ക് നമ്മുടെ ഭൂമിയെ ചുറ്റിത്തിരിയുന്നു. ഏറെ ആകാംക്ഷയോടെയാണ് ജ്യോതിഷ പഠിതാക്കളും ഭൗമ നിരീക്ഷകരും ഈ ഒരു വാർത്ത ശ്രവിച്ചത്. മിനി മൂൺ എന്നാണ് അതിനെ പറയുന്നത്. മിനി മൂൺ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 29-ാം തീയതി ഭൂമിയെ വലം വെച്ച് തുടങ്ങിക്കഴിഞ്ഞു. 2024 നവംബർ 25-ാം തീയതി വരെ ചന്ദ്രനോടൊപ്പം അല്ലെങ്കിൽ ചന്ദ്രനെ പോലെ തന്നെ ഭൂമിയെ ഈ മിനി മൂണും വലം വെച്ചുകൊണ്ടിരിക്കും. ഇതൊരു അപൂർവ പ്രതിഭാസമാണ്. നമ്മുടെ ഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാടനുസരിച്ച് അർജുന എന്ന ചിഹ്നഗ്രഹങ്ങളുടെ ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിലെ ഒരു അംഗമാണ് ഇപ്പോൾ ഈ വലം വയ്ക്കുന്ന ചിഹ്നഗ്രഹം അഥവാ മിനി മൂൺ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഈ കുഞ്ഞൻ ഗ്രഹത്തെ ഭൂമിയിലേക്ക് ആകർഷിച്ച് അതിന്റെ ഭ്രമണപഥത്തിലേക്ക് പിടിച്ചെടുക്കുമ്പോഴാണ് ഇത് ഭൂമിയെ ചുറ്റിത്തിരിയാൻ ആരംഭിക്കുന്നത്. ഇതൊരു ചിഹ്നഗ്രഹം അഥവാ ചെറിയ ഗ്രഹമാണ് എന്ന് പറഞ്ഞു. ഇതിന്റെ യഥാർത്ഥ ഭ്രമണപഥത്തിനെ നമ്മൾ ഭാരതീയർ അർജുന ഭ്രമണപഥം എന്നാണ് പറയുന്നത്. ആ ഭ്രമണപഥത്തിലേക്ക് നവംബർ 25-ന് ഇത് മടങ്ങിപ്പോവുകയും ചെയ്യും. ഭൂമിയുടേതിന് സമാനമായിട്ടുള്ള ഭ്രമണപഥമുള്ള ബഹിരാകാശ പാറകൾ കൊണ്ടാണ് ഈ ചിഹ്നഗ്രഹം നിർമ്മിതമായിരിക്കുന്നത്. അങ്ങനെ നിർമ്മിതമായിട്ടുള്ള ദ്വിതീയ ചിഹ്നഗ്രഹ വലയത്തെയാണ് അർജുന എന്ന് നാം വിളിക്കുന്നത്. സാധാരണയായി സൂര്യനെയാണ് ഈ ചിഹ്നഗ്രഹം വലം വയ്ക്കുന്നത്. എന്നാൽ ഇത് ഭൂമിയുടെ വലയത്തെ പൂർത്തിയാക്കാറില്ല. നിയോസ് എന്ന പ്രതിഭാസത്തിന്റെ ഒരു ഭാഗമാണ് ഇത്. നിയർ എർത്ത് ഓബ്ജക്ട്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ആസ്ട്രോയിഡ് 2024 PT5 പോലെയുള്ള വസ്തുക്കൾ ഭൂമിക്കരികിലേക്ക് എത്താറുണ്ട്. ഇത്തരം ചിഹ്നഗ്രഹങ്ങൾക്ക് ഭൂമിയോട് ദൂരക്കുറവുണ്ട്. താരതമ്യേന കുറഞ്ഞ വേഗതയുമാണ് ഭൂമിയെ അപേക്ഷിച്ച് ഈ ഗ്രഹങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഈ ഗ്രഹങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ കാണിച്ച് ഇപ്പോൾ അമേരിക്കൻ അസ്ട്രോണമിക്കൽ സൊസൈറ്റി ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നിയോസ് ഭൂമിയോട് അടുത്തു വരികയും ഒരു ഹോഴ്സ് ഷൂ പാത പിന്തുടരുകയും ചെയ്യുമ്പോഴാണ് മിനിമൂൺ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത്. ആസ്റ്ററോയിഡ്സ് 2024 PT5 എന്നറിയപ്പെടുന്ന ഈ കുഞ്ഞൻ ഗ്രഹത്തെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അതേപോലെ തന്നെ അമേച്വർ ദൂരദർശിനികൾ കൊണ്ടുപോലും ഇതിനെ കാണാൻ സാധിക്കില്ല. ചിഹ്നഗ്രഹം വളരെ മങ്ങിയതാണ്. ഭൂമിക്ക് സമീപത്തുള്ള വസ്തുക്കളുടെ സ്വഭാവത്തെക്കുറിച്ചും ഭൂമിയുടെ ഗുരുത്വാകർഷണം, അവയുടെ ചലനം ഇവയൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും വിശദമായിട്ടുള്ള പഠനം നടത്താൻ ഈ ചിഹ്നഗ്രഹം നമുക്ക് സഹായകരമാണ്. ഇതാദ്യമായിട്ടുള്ള ഭൂമിയിൽ മിനിമൂൺ സാന്നിധ്യം പ്രകടമാകുന്നത് NX1 എന്ന ചിഹ്നഗ്രഹത്തെ 1981-ലും 2022-ലും കണ്ടെത്തിയിരുന്നു. ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ അഥവാ മിനി മൂണുകൾ ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് വളരെയേറെ സഹായം ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് ഒരു പരിധിവരെ ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം വളരെ ആകാംക്ഷയിലാണ്. വളരെയേറെ കാര്യങ്ങൾ ശാസ്ത്രകാരന്മാർക്ക് അറിയുവാൻ ഇതിലൂടെ ലഭിക്കുന്നതാണ്. ചെറിയ ഗ്രഹമായതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഇത് വലിയ സ്വാധീനമൊന്നും ചെലുത്തില്ല. ജ്യോതിശാസ്ത്ര പ്രകാരം ഇത് മറ്റു നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ചെലുത്തുന്ന പോലെയുള്ള ഒരു സ്വാധീനം മനുഷ്യരിൽ പ്രകടമായി ചെലുത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫലദാന വിഷയത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളുമില്ല, സ്വാധീനവുമില്ല. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അറിവ് പങ്കുവെക്കലാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.
നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.